നമസ്കാരം, ഇത് ഞാനാണ് നിങ്ങളുടെ സ്വന്തം രസികൻ രാജേഷ് ലാൽ. മലയാള സിനിമയിൽ മുഖം കാണിക്കാതെ തന്നെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ ചില കഥാപാത്രങ്ങൾ ഉണ്ടാകുമല്ലേ. സിനിമയുടെ പല ഭാഗങ്ങളിലായി ആ കഥാപാത്രങ്ങളുടെ പേരുകൾ മാത്രം പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ആ കഥാപാത്രങ്ങളുടെ ഫോട്ടോയോ മുഖമോ കാണിക്കില്ല. പക്ഷേ അവരുടെ പേരുകൾ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുമുണ്ടാകും. അത്തരത്തിൽ മലയാള സിനിമയിൽ മുഖം കാണിക്കാതെ തന്നെ ജനശ്രദ്ധ നേടിയ ചില കഥാപാത്രങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ ആ വീഡിയോ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുന്ന കാര്യം പരിഗണിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ, നരേന്ദ്രപ്രസാദ്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, മഞ്ജു വാര്യർ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തി 1997 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ആറാം തമ്പുരാൻ. ഈ സിനിമയിൽ നമ്മുടെ ലാലേട്ടന്റെ കഥാപാത്രമായ ജഗന്നാഥൻ സംഗീതം പഠിക്കണമെന്ന മോഹവുമായി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി 1989 അടൂർ ഗോപാലകൃഷ്ണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മതിലുകൾ. മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം നാരായണി എന്ന കഥാപാത്രത്തോട് സംസാരിക്കുന്ന സീനുകൾ ഒരുപാടുണ്ട്. പക്ഷേ നാരായണിയെ സിനിമയിൽ കാണിക്കുന്നില്ല. ജയിലിലെ മതിലിൻ്റെ ഒരു വശത്ത് നിന്ന് മമ്മൂട്ടിയുടെ കഥാപാത്രം സംസാരിക്കുമ്പോൾ നാരായണി മറുപടി പറയുന്നുണ്ട്. KPSC ലളിത എന്ന അതുല്യ കലാകാരിയുടെ ശബ്ദം തന്നെയാണ് നാരായണി എന്ന കഥാപാത്രത്തിന്റെ ആത്മാവ്. ഞാൻ ഈ കായ വറുത്തത് എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുക്കട്ടെ? എല്ലാവർക്കും കൊടുക്കും. നാരായണയുടെ എന്റെ പേരിൽ. എന്നെ മാത്രം സ്നേഹിക്കുവോ? എന്താ നാരായണി ഇത്ര സംശയം? ഇവിടെ എന്നേക്കാൾ സുന്ദരിമാരുണ്ട്. ഞാൻ വലിയ സുന്ദരിയൊന്നും അല്ല. ഞാനും സുന്ദരനൊന്നും അല്ല. എനിക്കൊന്ന് കാണണം. എനിക്കും ഒന്ന് കാണണം. എന്റെ ദൈവമേ, ഞാൻ ഇന്ന് രാത്രി കിടന്ന കരയും. ജോഷിയുടെ സംവിധാനത്തിൽ സുരേഷ് ഗോപി, MG സോമൻ, NF വർഗീസ് തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു ലേലം. ഈ സിനിമയിൽ MG സോമന്റെ കഥാപാത്രമായ ആനക്കാട്ടിൽ ഈപ്പച്ചൻ തന്റെ അപ്പനെപ്പറ്റി വർണ്ണിക്കുന്ന ഒരു ഡയലോഗുണ്ട്. നേരാ തിരുമേനി, ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. അമ്മച്ചിയുടെ കയ്യിൽ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിനെ 2 തുണ്ടമാക്കി ജയിലിൽ പോയ അപ്പനെ ഇന്നും നൊമ്പരത്തോടെ മലയാളി ഓർക്കുന്നു. ആനക്കാട്ടിൽ ഈപ്പച്ചന്റെ അപ്പനെ സിനിമയിൽ കാണിക്കുന്നില്ല. ഈ ഒരൊറ്റ ഡയലോഗിലൂടെ തന്നെ അപ്പൻ അങ്ങ് കയറി ഫേമസ് ആയി. മിമിക്രിക്കാർ പറഞ്ഞ് MG സോമൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ ഡയലോഗാണ് മലയാളികളുടെ മനസ്സിൽ ഓടിയെത്താറുമുള്ളത്. ഫഹദ് ഫാസിൽ, സൗബിൻ, ഷൈൻ നിഗം എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു കുമ്പളങ്ങി നൈറ്റ്സ്. ഇതിൽ ഷൈൻ നിഗമിന്റെ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട്. പൊളിശരത്തെ ട്രാക്ക് മാറ്റിക്കോ. ഈ ഡയലോഗ് പ്രേക്ഷകർ ഇപ്പോഴും ഇടയ്ക്കൊക്കെ പറയാറുമുണ്ട്. ഈ പൊളിശരത്തിനെ സിനിമയിൽ കാണിക്കുന്നില്ല. പക്ഷേ ആ ഒരൊറ്റ ഡയലോഗ് കൊണ്ട് തന്നെ പൊളിശരത്ത് കയറി അങ്ങ് ഫേമസ് ആയി. മണിച്ചിത്രത്താഴ് സിനിമ ആരംഭിക്കുന്നത് തന്നെ രാഘവന്റെ പേരിലാണ്. രാഘവോ എന്ന് ഇന്നസെന്റ് വിളിക്കുന്നത് മുതലാണ് സിനിമ ആരംഭിക്കുന്നത്. മാടമ്പള്ളിയിൽ പെയിന്റ് അടിക്കുവാൻ വന്ന രാഘവനെയും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായ രാജപ്പനെയും ഗോപാലകൃഷ്ണനെയുമൊക്കെ കാണാതാകുന്നതിൽ നിന്നാണ് ചിത്രം തുടങ്ങുന്നത്. ഇവരെക്കുറിച്ച് ചിത്രത്തിൽ പറയുന്നുണ്ടെങ്കിലും ഇവരെ ആരെയും സിനിമയിൽ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ കഥാപാത്രമായ നകുലന്റെ അമ്മ ശാരദയെക്കുറിച്ച് പല സീനുകളിലും സംസാരിക്കുന്നുണ്ട്. പക്ഷേ സിനിമയിൽ കാണിക്കുന്നില്ല. കൽക്കട്ടയ്ക്ക് പോയ ഗംഗയുടെ അമ്മയെ അച്ഛനെയും കുറിച്ചും സിനിമയിൽ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒറിജിനൽ രാമനാഥനെ ഫോട്ടോയിൽ പോലും കാണിക്കുന്നുമില്ല. രഞ്ജൻ പ്രമോദ് കഥ തിരക്കഥ എഴുതി ജനപ്രിയ സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ 2003 പുറത്തിറങ്ങിയ ജയറാം ചിത്രമായിരുന്നു മനസ്സിനകരെ. ഷീല കൊച്ചു ത്രേസ്യയായി അഭിനയിച്ച ചിത്രത്തിൽ കൊച്ചു ത്രേസ്യ തന്റെ ഭർത്താവായ മാത്തുക്കുട്ടിച്ചായനെ കുറിച്ച് പറയുന്നുണ്ട് പല സീനുകളിലും. പക്ഷേ മാത്തുക്കുട്ടിച്ചായനെ സിനിമയിൽ കാണിക്കുന്നില്ല. ജയറാമിന്റെ കഥാപാത്രം മാത്തുക്കുട്ടിച്ചായനെ പ്രേം നസീർ സാറിന്റെ ശബ്ദത്തിലൂടെയും ആക്ഷനിലൂടെയും
ചില രംഗങ്ങളിൽ അവതരിപ്പിക്കുന്നുണ്ടോ എന്നല്ലാതെ മാത്തുക്കുട്ടിച്ചായനെ സിനിമയിൽ കാണിക്കുന്നില്ല. മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൊന്നായ നരസിംഹത്തിന്റെ കഥയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ് പോൾ ആസാദ്. സിനിമയിൽ ലാലേട്ടന്റെ കഥാപാത്രമായ ഇന്ദുചൂടൻ 6 വർഷത്തെ കൊലക്കുറ്റത്തിന് ജയിലിൽ കിടന്നിട്ട് പുറത്തിറങ്ങുന്നത് മുതലാണ് സിനിമയുടെ കഥ ആരംഭിക്കുന്നത്. സിവിൽ സർവീസ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ഇന്ദുചൂടന്റെ വിജയം ആഘോഷിക്കുന്ന പാർട്ടിക്കിടയിൽ പോൾ ആസാദ് എന്ന കൂട്ടുകാരനെ ബിയർ ബോട്ടിലിന് കുത്തിക്കൊലപ്പെടുത്തിയ കേസിനാണ് ലാലേട്ടന്റെ ഇന്ദുചൂടൻ ജയിലിൽ പോകുന്നത്. സിനിമയുടെ കഥയിൽ സുപ്രധാനമായ ഒരു കഥാപാത്രമാണ് പോൾ ആസാദ്. പോൾ ആസാദിന്റെ ഒരു ഫോട്ടോ പോലും സിനിമയിൽ കാണിക്കുന്നില്ല. എങ്കിലും 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ചില കളികൾ കാണാനും ചിലത് കാണിച്ചു പഠിപ്പിക്കുവാനും ഇന്ദുചൂടൻ എത്താൻ കാരണക്കാരനായ പോൾ ആസാദ് ഇന്നും സിനിമാ പ്രേമികളുടെ ഉള്ളിൽ ഒരു വിങ്ങലായി തുടരുന്നു. ഇതുപോലെ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ പേരിലൂടെ മാത്രം പറയുന്ന ചില കഥാപാത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലും ഉണ്ടാകുമല്ലേ? ആ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ പുതുമയാർന്ന നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.